ഞങ്ങള് ഒരു ദുരന്തം അനുഭവിച്ച് വയനാട്ടിന്റെ പല മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ്. ഞങ്ങൾ പല ആളുകൾക്കും തൊഴിൽ എന്ന് പറയുന്നത് ഏലം കൃഷി, തേയില കൃഷി, കാപ്പി കൃഷി, ഇത് മാത്രമേ അറിയൂ. പക്ഷെ വയനാടിന്റെ പല മേഖലകളിലും ഈ തേയില കൃഷിയോ ഏലം കൃഷിയോ ഇല്ല. ഇവരുടെ ജോലി ഇത് മാത്രം അറിയിച്ചു. ഇവർക്ക് ആർക്കും ഒരു ജോലി പോലും ഇല്ലാതെ ജീവിക്കാൻ വകയില്ലാതെ നിൽക്കുന്ന സമയത്ത് സർക്കാർ ഒരു വീട്ടിലേക്ക് 25,000 രൂപ തരുന്നത്. അത് അനുഭവിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ വാപ്പയുടെ പേരിൽ എൻ്റെ വാപ്പയുടെ അക്കൗണ്ടിൽ എല്ലാ മാസവും 9,000 രൂപ സർക്കാർ തരുന്നു. അതോടൊപ്പം എൻ്റെ അക്കൗണ്ടിനും 9,000 രൂപ തരികയാണ്. ഇപ്പൊ എൻ്റെ വീട്ടിലെ റേഷൻകാരന് 18,000 രൂപ തരുന്നു. അതോടൊപ്പം 1-ാം തീയതി ഞങ്ങള് എന്താ പറയാ, ഞങ്ങൾക്ക് ഒരു കിട്ടാനുള്ള ഞങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ കിട്ടുന്നത് പോലെ 1-ാം തീയതി ഞങ്ങളുടെ അക്കൗണ്ടിൽ 6,000 രൂപ വാടക തരുന്നു. അത് 24,000 രൂപ അങ്ങനെ തരുന്നു. മാത്രമല്ല 1,000 രൂപയുടെ കൂപ്പൺ, ഭക്ഷ്യ കൂപ്പൺ. ഇന്നും ഈ വന്ന ആളുകൾ ഒരാഴ്ച വൈകിട്ട് ഭക്ഷ്യ കൂപ്പണ്. ഇന്ന് ഈ വന്ന ആളുകൾ ചോദിക്കുന്നത് ഭക്ഷ്യ കൂപ്പൺ നാളെ കിട്ടുമെന്നാണ്. ബഹുമാനപ്പെട്ട ADM-നെ വിളിച്ച് പറഞ്ഞു എത്രയും പെട്ടെന്ന് തരാനുള്ള സംവിധാനം ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഭക്ഷ്യ കൂപ്പണും 9,000 രൂപ 6,000 രൂപയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളും ഒക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ വരുമാനം. ഇത് തരുന്നത് സർക്കാരാണ്. ഈ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്നതാണ് ഞങ്ങളുടെ അടുത്ത തീരുമാനം. അതുകൊണ്ട് മാത്രമാണ്, മറ്റൊന്നുമല്ല. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോൺഗ്രസ് നേതാവുമായ നസീർ ആലിക്കൽ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. അദ്ദേഹം ഉൾപ്പെടെ 32 കുടുംബങ്ങൾ CPM-ൽ ചേരാൻ തീരുമാനിച്ചു. ഈ 32 കുടുംബങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർ വയനാട് ദുരന്തത്തിൽ ഇരകളായവരാണ്. കോൺഗ്രസുമായും ലീഗുമായും ചേർന്ന് പ്രവർത്തിച്ചവരാണ്. അവർ ആ പാർട്ടികളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് CPM-മായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. വാർത്താസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. CPM നേതാക്കൾ അവരെ CPM-ലേക്ക് സ്വീകരിച്ചു. അതിനുശേഷമാണ് മാധ്യമങ്ങളെ കാണുന്നത്. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ട് CPM-മായി ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന്. ദുരന്തമുഖത്ത് നിൽക്കുന്നവർക്ക് ആശ്വാസമായി എത്തിയ പാർട്ടി അത് CPIM മാത്രമാണ്. അവരുടെ അനുഭവത്തിൽ നിന്ന് അവരത് മനസ്സിലാക്കി. അതാണ് അവർ വിളിച്ചു പറയുന്നത്. അവരുടെ വാക്കുകൾ മുഴുവൻ കേൾക്കുക. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ജനിച്ചത് മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സാണ്. എൻ്റെ വാപ്പയുടെ വാപ്പയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സായി പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കോൺഗ്രസിൽ ഒരുപാട് പദവികൾ വഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു. കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു, പ്രസിഡന്റായിരുന്നു. അതൊരു ഉപരി യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. മേപ്പാടി യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ട്രഷററായിരുന്നു. നിലവിൽ കോൺഗ്രസിന്റെ OBC കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കോഴിക്കോട് ചാർജുള്ള, അതിലുപരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ്. ഇത്രയൊക്കെ സ്ഥാനങ്ങൾ കോൺഗ്രസിനകത്ത് വഹിച്ചിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ളവരിൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ഉണ്ട്. അതുപോലെ തന്നെ INTUC-ന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആളുകളുണ്ട്. പല ഭാരവാഹിത്വം വഹിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇത്രയും കാലം ഈ 1.5 വർഷക്കാലത്തോളം ഞങ്ങൾ അനുഭവിച്ച വേദനകൾ ഒപ്പിയെടുക്കുന്നതിൽ സർക്കാർ വിജയിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ദുരന്തബാധിതരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ടായിരുന്നു ഇത്രയും കാലം പ്രവർത്തിച്ചു. ഈ 1.5 വർഷക്കാലത്തോളം ചില കാര്യങ്ങളിലൊക്കെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ കുറ്റപ്പെടുത്തലുകൾ മനസ്സിലാക്കി ഞങ്ങളെ സഹായിക്കുന്നതിൽ സർക്കാർ വിജയിച്ചു. അതൊരു പക്ഷേ ഞങ്ങൾ കുറ്റപ്പെടുത്തലായിട്ടുള്ള അതൊരു ചൂണ്ടിക്കാണിക്കലായിട്ടാണ് സർക്കാർ വിലയിരുത്തിയത്. അത് കുറ്റപ്പെടുത്തലുകളായിട്ട് ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല. ചൂണ്ടിക്കാണിക്കലായിട്ട് കണ്ടിട്ട് ഞങ്ങളെ പരിഗണിക്കുക ചെയ്തത്. ഞങ്ങൾക്ക് ആദ്യം കൽപ്പറ്റയിൽ 5 സെന്റ് സ്ഥലം പറഞ്ഞു. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു 5 സെന്റ് സ്ഥലം പോരാ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. സർക്കാർ അത് പരിഗണിച്ചു. ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗമായിട്ട് പരിഗണിച്ച് അന്ന് തന്നെ അത് 7 സെന്റാക്കി ഉയർത്തി. അതിൽ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. ഞങ്ങൾ ചൂരൽമല പ്രദേശത്ത് താമസിക്കുന്നതാണ്. ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും റൂറൽ ഏരിയ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല എന്ന് പറയുമ്പോൾ കൽപ്പറ്റയിൽ നിന്ന് 1.5 മണിക്കൂർ യാത്ര ചെയ്യും. ഞാനൊക്കെ ദൂരെ പോയി ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളൊക്കെ ആദ്യം അവിടുന്ന് വരുമ്പോൾ മുണ്ടക്കൈയിലേക്ക് എപ്പോൾ ബസ് കിട്ടും എന്നാണ് ആലോചിക്കുക. അങ്ങനെ അതിനനുസരിച്ചാണ് അവിടുന്ന് പോലും ദൂര സ്ഥലങ്ങളിൽ നിന്ന് യാത്ര നിശ്ചയിക്കുക. അത്രയും ഉള്ള ഏരിയയിൽ താമസിക്കുന്ന ഞങ്ങളെ
ഈ വയനാട് ജില്ലയിലെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഏറ്റവും ഞാൻ അതൊരു വിലയായിട്ട് പറയല്ല. ഞാൻ എൻ്റെ ഒരു അറിവ്, ഞാൻ കല്യാണം കഴിച്ചിട്ട് കൽപ്പറ്റ ടൗണിൽ നിന്നാണ്. ഞാൻ മനസ്സിലാക്കി വന്ന കൽപ്പറ്റ ടൗണിൽ വയലേരി അല്ലാത്തൊരു പ്രദേശം ഏറ്റവും നല്ല കരഭൂമി തെരഞ്ഞെടുത്ത് ഒരു സെന്റ് സ്ഥലത്തിൽ 10 ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമിയിലാണ് ഞങ്ങളെ പുനരധിവസിപ്പിക്കുന്നത്. അതിന് സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമല്ല. മാത്രമല്ല